നമുക്കിനി ഇത് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. ഒഴിച്ചാൽ വേഗം ചുറ്റണേ, അല്ലെങ്കിൽ മാവ് അടിയിൽ വെന്ത് പോവും, പിന്നെ നമുക്ക് ചുറ്റാൻ കിട്ടില്ല. ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് നല്ല അടിപൊളി വെള്ളപ്പം ഉണ്ടാക്കാം. ഞങ്ങളിവിടെ വെള്ളപ്പം എന്നാണ് പറയുക, ചിലയിടത്ത് പാലപ്പം എന്നും പറയും. അത് അരി കുതിർത്ത് അരച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കും. നമുക്ക് ഇന്ന് ഉണ്ടാക്കുന്നത് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാം. എല്ലാവരുടെ വീട്ടിൽ പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, പത്തിരിപ്പൊടി, നൂൽപുട്ടിൻ്റെ പൊടിയൊക്കെ. അങ്ങനത്തെ പൊടി വെച്ച് നമുക്കിന്ന് അടിപൊളി പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഇനി നമുക്ക് കുറുക്കുണ്ടാക്കാം. കുറുക്കുണ്ടാക്കുക പറഞ്ഞാൽ ചിലയിടത്ത് കപ്പി കാച്ചിയ പറയും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആകെ 3 കപ്പ് പൊടിയാണ്. അതിലാണ് 1/4 കപ്പ് പൊടി നമുക്ക് കുറുക്കുണ്ടാക്കാൻ എടുക്കാം. ഞാനിതിൽ ഈ പൊടിയിൽ 1/4 കപ്പ് പൊടി എടുത്തിട്ട് ഒരു ചട്ടിയിലേക്ക് ഇടുക. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കുറുക്കുണ്ടാക്കുമ്പോൾ കട്ട ഉണ്ടാവാൻ പാടില്ല. പൊടിയിൽ നന്നായിട്ട് കലങ്ങണം, അല്ലെങ്കിൽ ആ കട്ട ഇവിടെ കിടന്നത് വേകും. അപ്പോൾ എല്ലായിടത്തും വേകില്ല. നമുക്ക് കത്തിക്കാം. കുറുക്കുതായി കട്ടിയാവുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ? ഇനി നമുക്ക് ഇറക്കി വെക്കാം. കുറുക്കുണ്ടാക്കി വെച്ചത് നന്നായിട്ട് ചൂടാറട്ടെ, അതുവരെ നമുക്ക് ഇച്ചിരി വെയിറ്റ് ചെയ്തിരിക്കാം. ഇനി മാവ് കലക്കി വെക്കാം. ഈ മാവ് കലക്കി വെക്കുമ്പോൾ ഒരിക്കലും അലുമിനിയം പാത്രത്തിൽ വെക്കാൻ പാടില്ല. സ്റ്റീൽ പാത്രത്തിലോ ഫ്രൈവറിൻ്റെ പാത്രത്തിലോ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അത് അലുമിനിയം പാത്രത്തിൽ വെക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ അതിൽ മറ്റേ പാത്രങ്ങളിൽ വെക്കുന്നത് പോലെ മാവ് നല്ലപോലെ പൊന്തി വരില്ല. ഇതിലിപ്പോൾ നമ്മൾ എടുത്തതിൽ 2.25 കപ്പ് പൊടിയുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കുറുക്കുണ്ടാക്കി വെച്ചത് ഇതിലിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഞാനിതിൽ ഇടുന്നത്. നമ്മൾ പഞ്ചസാര ചേർത്തത് എന്തിനാന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടാനും നല്ലപോലെ പൊന്താനും വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് ഞാനിതിൽ ചേർക്കുന്നത്. ഞാനിതിലേക്ക് നല്ല കട്ടിയുള്ള 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിതിൽ ചേർക്കുന്നത് 2ാം പാലിൻ്റെ 2 കപ്പ് പാലാണ്. ഞാനിതിൽ മൊത്തം 3 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് വെള്ളം ചേർക്കുകയാണെങ്കിൽ 1 കപ്പ് തേങ്ങ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 2 കപ്പ് വെള്ളവും ചേർക്കുക. ചിലയിടത്ത് തേങ്ങാപ്പാൽ കിട്ടിയെന്നൊന്നും വരില്ല. അപ്പം എന്താ ചെയ്യണം വെച്ചിട്ടാ, തേങ്ങാപ്പാൽ ഉണ്ടാക്കണ പൊടി നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയിട്ട് 1/4 കപ്പ് ഇതിലിട്ടിട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ച് കലക്കി വെക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് നമുക്കിത് മിക്സിയിലിട്ട് അടിക്കാനുള്ളതാണ്. ഇനിയിപ്പം മിക്സിയിൽ തന്നെ പൊടിയിട്ടിട്ട് 1 സ്പൂൺ കൊണ്ട് ഇളക്കി അടിച്ചാലും മതിയാവും. ഇത് നമുക്കിനി മിക്സിയിൽ വെച്ച് ഒരു 2 മിനിറ്റ് അടിച്ചെടുക്കാം. ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് അടിച്ച് കൊണ്ടുവരാം. മൂടി വെച്ചിട്ട് ഞാനിപ്പോൾ ഈ മാവ് 2 മിനിറ്റ് വിടാതെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടില്ലേ? നമ്മൾ മാവ് വെക്കുമ്പോൾ ഇച്ചിരി വലുപ്പമുള്ള പാത്രത്തിൽ വേണം വെക്കാൻ. പിന്നെ അലുമിനിയം പാത്രത്തിൽ വെക്കരുത്. ഇതാ ഈ കട്ടിയിൽ വെക്കുക. കണ്ടില്ലേ?
ഈ കട്ടിയാണ് നമുക്ക് വേണ്ടത് ട്ടോ. ഇത് നമ്മൾ ചിലപ്പോൾ വീട്ടുകളിൽ ഉണ്ടാക്കുമ്പോൾ വെള്ളം കൂടിയെന്നും കുറഞ്ഞെന്നൊക്കെ ഇരിക്കും. എന്ത് വെച്ചാൽ നമ്മൾ പൊടിക്കണ പൊടിക്കും കടയിൽ നിന്ന് വാങ്ങണ പൊടിക്കും രണ്ടും വ്യത്യാസം ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ട്. വെള്ളം കൂടുകയാണെങ്കിൽ ലേശം പൊടിയിട്ട് കലക്കി വെക്കുക. വെള്ളം കുറയുകയാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഈ പാകത്തിന് ആക്കി വെക്കുക. ഇനി നമുക്കിത് പുളിക്കാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. പക്ഷെ മൂടുമ്പോൾ നല്ല അടച്ചൊക്കരുത്, ചെറിയ ഒരു ക്യാപ്പ് ഇട്ടിട്ട് വേണം മൂടാൻ കേട്ടോ. ഇതൊരു 8 മണിക്കൂർ വെക്കണം. നമ്മൾ രാവിലെ ദോശ ഉണ്ടാക്കാൻ വൈകുന്നേരം കിടക്കാൻ നേരത്തെ കലക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ രാവിലെ എണ്ണിക്കുമ്പോൾ മാവൊക്കെ പൊന്തി നല്ല റെഡിയായിട്ട് പാലപ്പോ വെള്ളപ്പോ ഉണ്ടാക്കാൻ റെഡി ആയിട്ടുണ്ടാവും. നമുക്കിനി ഇത് വെയിറ്റ് ചെയ്തിരിക്കാം. അങ്ങനെ നമ്മൾ ഈ മാവ് വെച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. അയ്യ നല്ല പൊന്തി വന്നിട്ട് ഒക്കെ അമർന്ന് പോയിക്കണ്, കണ്ടില്ലേ? നമുക്കിനി ഇത് ഇളക്കി നോക്കാം. നമ്മൾ ഇന്നലെ വെച്ച വെള്ളത്തിനേക്കാളും അത് കുറച്ച് കട്ടിയായിട്ടുണ്ട് ഇപ്പം. നമുക്കിതിലൊരു തുള്ളി വെള്ളമോ ഉപ്പും ഒഴിക്കാം. നമുക്കിതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ കട്ടിയിൽ വേണം ഉണ്ടാക്കാനേ. ഇത് കണ്ടില്ലേ, ഈ കട്ടി വേണം. നമുക്കിനി ഉണ്ടാക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. ഒഴിച്ചാൽ വേഗം ചുറ്റണേ, അല്ലെങ്കിൽ മാവ് അടിയിൽ വെന്ത് പോവും, പിന്നെ നമുക്ക് ചുറ്റാൻ കിട്ടില്ല. ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് ഇരുന്ന് നന്നായിട്ട് വേകട്ടെ. ഇനി ഇത് വെള്ളപ്പച്ചട്ടി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എല്ലാവരുടെ വീട്ടിലും വെള്ളപ്പച്ചട്ടി ഉണ്ടായിക്കണമെന്നില്ല. ദോശച്ചട്ടിയിൽ നമ്മൾ ദോശ ഉണ്ടാക്കണ പോലെ ഒഴിച്ചു കൊടുക്കുക. പക്ഷെ പരത്തരുത്. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ചാൽ മതി. അപ്പം നല്ല സോഫ്റ്റ് ദോശയായിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടും. അങ്ങനെ ഉണ്ടാക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അയ്യ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാണ് വെള്ളയപ്പം. നമുക്കിനി ഇനിയിപ്പോഴേ ഇത് ഈ ചില സൈഡുകളിലൊക്കെ ചുവപ്പ് കളറാവും. അപ്പം നമ്മൾ തുറന്ന് വെച്ചിട്ട് 1 മിനിറ്റ് കൂടി തീ കത്തിക്കുകയാണെങ്കിൽ ചുവപ്പ് കളറായി വരും സൈഡൊക്കെ. നമ്മുടെ വെള്ളപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാൻ, വെള്ളപ്പം കഴിക്കാൻ മുട്ടക്കറിയോ ബീഫ് കറിയോ ചിക്കൻ കറിയോ എന്ത് കറി വേണമെങ്കിലും കടലക്കറിയോ ഒക്കെ വെച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും വീട്ടിലും ദോശ ഉണ്ടാക്കുമല്ലോ, അത് ഒന്ന് ചെറിയ ഒരു വ്യത്യാസമാക്കി ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കുക. എല്ലാവരും കഴിക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.